നമസ്കാരം ഗൈസ്, യൂട്യൂബ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് ഷോക്ക് ആണ്. എന്താണല്ലേ, എന്തൊക്കെയാണല്ലേ വിശേഷങ്ങൾ? നല്ല വിശേഷം. എങ്ങനെ ഉണ്ടായിരുന്നു എയറിലെ ജീവിതം? അനുമോളെ എന്തൊക്കെയുണ്ട് വിശേഷം ചോദിച്ചോളേ. നല്ല വിശേഷം എന്ന് പറഞ്ഞ പോലെ നല്ല വിശേഷമായിരുന്നു. അതാ ഞാൻ ചോദിച്ചത്, നീ കേട്ടില്ലായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു എയറിലെ ജീവിതം? നല്ല വിശേഷം. ഞങ്ങള് ഫുൾ ടൈം അങ്ങ് ആകാശത്താണ്. അറിഞ്ഞായിരുന്നോ? നല്ലത് അറിഞ്ഞായിരുന്നോ? അറിയാണ്ടിരിക്കോ? അത്രക്ക് ഫേമസ് ആയിട്ടല്ലേ പോയത്. ഞങ്ങള് അത് നമ്മുടെ മറ്റൊരു ചാനൽ ഉണ്ടല്ലോ, എന്റർടൈൻമെന്റ് കിഴി, അതില് ഒരു റിവ്യൂ ചെയ്തു. കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ട് പിന്നെ സംഭവിച്ചതൊന്നും ഓർമ്മയില്ല. പിന്നെ എന്റെ കിളി പോയി സാറേന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു. അതെ, അപ്പൊ അതുകൊണ്ട് തന്നെ എയറിലെ ജീവിതം കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ചെത്തിയിരിക്കുന്നു. അല്ലേ, ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. കൊടുത്താ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതാണ് എത്ര എണ്ണത്തിനെ പറപ്പിച്ചു വിട്ടിട്ടുള്ള മോളോട്. അപ്പൊ ആലോചിക്കണായിരുന്നു നമുക്കും പോകാനൊരു സമയം ഉണ്ടെന്നുള്ളത്. അത് ചിന്തിച്ചാൽ മതി. പക്ഷെ ഞങ്ങൾക്കിത് ആദ്യത്തെ കാര്യം അല്ല, അത് ഒത്തിരിയല്ല. ഇതിനു മുൻപും ഞങ്ങൾ പോയിട്ടുണ്ട്. പിന്നെ തന്റെ അടുത്തോടെ പോവാന്ന് പറഞ്ഞാൽ അതിനൊരു പിന്നെന്താ, ഇവനിപ്പോ അവിടെ 5 സെന്റ് സ്ഥലമൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനിയും വരാം, നന്ദിയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇനിയും വരാം. അപ്പൊ എന്താണെങ്കിലും ഞങ്ങൾ നിങ്ങളെ മറന്നു പോയതല്ല കേട്ടോ. ഞങ്ങൾ ഈ ഒരു പോക്ക് പോയതുണ്ട്. ഒരു പോക്ക് പോയതിന്റെ ക്ഷീണം കൊണ്ടാ. ബിസി ആയിരുന്നു. അതെ, ക്ഷീണം ഭയങ്കരമായിട്ട് സംഭവിച്ചു. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാതിരുന്നത്. അപ്പൊ എന്തായാലും ക്ഷീണം മാറ്റി ഇനി നമുക്ക് വീണ്ടും തുടങ്ങാം. പക്ഷേ എന്ത് തുടങ്ങും എന്നുള്ളത്, അല്ലെങ്കിൽ എന്തും പറഞ്ഞ് നിങ്ങളുടെ മുന്നിലേക്ക് വരുമെന്ന് ചിന്തിച്ചപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ല, പറയാനിപ്പോ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ബിഗ് ബോസ് അത് തന്നെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഞങ്ങൾക്ക് തന്ന ഒരു സ്വാതന്ത്ര്യം ഉണ്ട്. അതെ, ഒന്നുമില്ലെങ്കിലും വെറുതെ വന്നിട്ടെങ്കിലും പോകണം. അതാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് നമുക്ക് വന്നാലും ഇവിടെ സ്വീകരണം അല്ലെങ്കിൽ സ്വീകാര്യത കിട്ടും, അല്ലെങ്കിൽ എന്തെന്ന് പറയാ, സ്വീകരിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. അതെ. പിന്നെ എന്താണെങ്കിലും നമ്മൾ വരുമ്പോ നമ്മൾ ചിരിച്ചുകൊണ്ട് തുടങ്ങണം എന്നാണല്ലോ. കിടല സാധനങ്ങളുമായിട്ട് നമ്മൾ വരുള്ളൂ. ഒരു ട്രോൾ വീഡിയോ ഉണ്ടായിരുന്നു. അതായത് 1 മണിക്കൂറിന്റെ ട്രോൾ വീഡിയോ. അതായത് 2025 ബിഗ് ബോസ് സീസൺ തുടങ്ങിയത് മുതൽ ലാസ്റ്റ് വരെയുള്ള, അതായത് കോമഡി സീനുകൾ മൊത്തം, അതായത് ട്രോൾ വീഡിയോസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ആൽബിൻ ജോഷി ചെയ്തിട്ടുള്ള ഒരു വലിയ ഒരു സിനിമയുടെ ദൈർഘ്യമുണ്ട്. 1 മണിക്കൂർ 4 മിനിറ്റുമാണ് അതിന്റെ ഡ്യൂറേഷൻ. അപ്പൊ ഹാഫ് ടൈം വരെ ഉള്ളൂ. ശരിയാണല്ലോ, ഹാഫ് ടൈം വരെ ഉള്ളു. എന്തായാലും 1 മണിക്കൂറിന്റെ ഫുള്ളായിട്ടൊന്നും നമ്മൾ ഇരുന്ന് ചെയ്യുന്നില്ല. അത് ഓരോ ഭാഗമായിട്ട് നമുക്കിങ്ങനെ വരാം. അതുകൊണ്ട് തന്നെ ഒരു 5-6 ദിവസം 6 ദിവസത്തേക്കുള്ളത് കിട്ടി. അത്രേ ഉള്ളൂ, ചുരുക്കി പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അപ്പൊ ഫസ്റ്റ് എത്തത് ഇപ്പൊ ഇറക്കി വിടാം. ചോദിക്കരുത്, അത് കഴിഞ്ഞതല്ലേ, എന്താണ് ഇപ്പൊ എന്ന് ചോദിക്കരുത്. പ്രത്യേകിച്ച് ഒന്നും ഇല്ല, ഇതൊക്കെ തന്നെ ഉള്ളൂ. പക്ഷെ നമുക്ക് അത് പിന്നീട് അത് കാണുമ്പോ ഒരു രസമുണ്ടല്ലോ. രസമുണ്ട്, അത്രേ ഉള്ളൂ. അതാണ്, ആ രസത്തിൽ ഇരുന്ന് കാണുക. വേറെ വലിയ സംഭവങ്ങളൊന്നും വിചാരിക്കരുത്. ഇത്രേ ഉള്ളൂ. റെഡി. അപ്പൊ നമുക്ക് ആൽബിൻ ജോഷിയുടെ ട്രോൾ വീഡിയോ 11 മിനിറ്റ്. സമാധാനം. നമ്മൾ ആദ്യം ഇത്ര ഭാഗമാണ് കാണുന്നുള്ളൂ. ഓക്കെ, തുടങ്ങാ. നിങ്ങൾ പറഞ്ഞെന്ന് വെച്ചാൽ ഡോക്ടർമാർ ഹോസ്പിറ്റലിൽ പൈസക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞോ? എന്റെ ഭയ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, നിനക്ക് തെറ്റിയടേ. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ ഞാൻ വിജയിച്ചില്ലേ? എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? ബിഗ് ബോസിൽ വന്ന് ഞാൻ കരയില്ല. തീർന്നോ? വേണമെങ്കിൽ കുറച്ച് ഇലാബറേറ്റ് ആയിട്ട് പറയാം. ഇനി ഒരു അക്ഷരം മിണ്ടിയാ നിന്റെ വീട്ടിൽ ഞാൻ കയറുന്നു. എന്നോട് പറ. അല്ലല്ല, സൂചിയുടെ കരയല്ലേ? ഞാൻ കറിയണടാ, സുഖം പറ്റേ തീരുമാനിച്ച കറിയുന്നത്. അല്ലല്ല, ഒരിക്കലല്ല. എന്റെ പൊന്നു തത്തമ്മ, എന്റെ പൊന്നു തത്തമ്മ, കണ്ണുമില്ലേ? ബാത്റൂമിനകത്തിരുന്ന് കരയാന്ന് വെച്ചാൽ നടക്കത്തില്ല. ആൾക്കാരുണ്ട്, പെട്ടെന്ന് ഇറക്കും. കൊച്ചിന്റെ പേരും പറഞ്ഞിട്ടുണ്ട്. അവളെ പൊന്നെ, അവളെ കിച്ചു. കാണാതിരിക്കാൻ പറ്റുന്നില്ല. ഇതൊന്നും ടി വിയിൽ
കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു. കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു. എന്താണ് കഥകളിയാ? കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു. കണ്ണടച്ച് കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു. നീ കുറെ ഉണ്ടാക്കുന്നു. കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു. കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു. ഞാൻ പറയും. ഞാൻ സില്ലി മാറ്റം ശ്രദ്ധിക്കാറില്ല. അളിയന്റെ മുഖത്തൊരു ഹിംസാഭാവം തെളിയുന്നുണ്ട്. അതെന്റെ കയ്യിലേക്ക് പടരുമെന്ന് അയ്യപ്പന്റെ പേര്. കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു. ഞാൻ കണ്ടു. നീ പോടാ. കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു. കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു. കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ണടച്ച് കിടക്കണത് കണ്ടു. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. എന്റെക്കാൾ കൂടുതൽ സൗണ്ട് ഉണ്ടെന്ന് വിചാരിച്ചേ. അയ്യോ അയ്യോ അതൊന്നും പ്രയോഗിക്കരുത്. ഒന്നും ഇല്ലടോ. എന്ത് പ്രഹസനമാണ് സജി. അത് ഫയറാ. ഫയറ് ഏത് ഫയറാണെങ്കിലും തീയാണെങ്കിലും ഒന്ന് ഊതിയിട്ട് എടാ ഇത് അവളൊരു പാര ഇറക്കിയതല്ലേ, നീയും അതേ പാര നേരത്തെ അങ്ങോട്ടും പ്രയോഗിക്കരുത്. മോളെ മോളാന്ന് വിളിക്കല്ലേ, എന്റെ പേര് രേണു മോളെന്നല്ല, രേണു സുധി. You call me രേണു സുധി. ആരാണ് സുധി? വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. അത് തൊട്ട് വിടണ്ട, അത് തൊട്ട് കളിക്കണ്ട. How dare you talk to me like that? നോ പ്രോബ്ലം. എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്. യു ക്യാരി ഓൺ. നീ പറഞ്ഞതുകൊണ്ട് എന്നെ വിളിക്കല്ലേ, ഞാൻ തന്നെ അലീഷ താഴ്ന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. എന്നെ നീ എന്ന് നീ വിളിക്കണ്ട. നീ 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 ചെറിയൊരാശ്വാസം. വിളിക്കണോ ഒന്ന് കൂടെ നിങ്ങൾ? നീ എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ എന്നെ നീ എന്ന് വിളിച്ചാ. ഞാൻ വെറും കച്ചടയല്ല, മഹാ 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 കച്ചട. ആണോ? കാണാൻ കെട്ടാനെ. ഇതൊക്കെ കോൺസെൻട്രേഷൻ മാറിപ്പോയതാണ്. ഇനി അവനെന്റെ മുന്നിൽ വരട്ടെ, കിട്ടിമുട്ടുന്ന പവർ ഞാൻ കാണിച്ചു കൊടുക്കാം. ഞങ്ങൾക്കൊരു കത്ത് കിട്ടി. ഏത് കത്തിന്റെ കാര്യം അളിയൻ പറഞ്ഞത്? അതിൽ പറഞ്ഞിരിക്കുന്നത് ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. ബിഗ് ബോസിലെ പല കാര്യങ്ങളും ഇവർ വഴി ആളുകൾ അറിയുന്നത് വളരെ മോശം രീതിയാണ്. വളരെ മോശമായി പോയി. അതായത് നേരത്തെ വീഡിയോ ചെയ്ത് ആളുകളെ അറിയിക്കുകയാണ്. നിങ്ങൾക്ക് കാണണോ? കാണണോ? രേണു, നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ മനസ്സിലായില്ല? മനസ്സിലായില്ലേ? നമുക്ക് ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യൂ. ബിഗ് ബോസ്. നമസ്കാരം, ഞാൻ രേണു സുധിയാണ്. എന്താ ഉറക്കം വരുന്നു? ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു. ഇതൊക്കെ കണ്ടില്ലെങ്കിലേ. അപ്പം എന്നെ സ്നേഹിക്കുന്ന, എന്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന, സുചേട്ടനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? എനിക്ക് ഗെയിമില് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. നിങ്ങൾക്ക് നീ കൊള്ളാമല്ലോടി പെണ്ണെ. ഇവനാ ഈ വൃത്തിയിട്ടവനാ എല്ലാത്തിനും കാരണക്കാരൻ. അവന്റെ ഒരു കലാപരിപാടി. നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ കുത്തിന് കൊന്നല്ലോ. എല്ലാവരും സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. നമ്പർ ഉള്ളായിരുന്നു, പക്ഷെ ബാക്കിലിരിക്കുന്ന സഹോദരന്റെ ടൈമിംഗ് തെറ്റിപ്പോയി. ഇത് അവിടെ നിന്ന് എടുത്ത അയച്ചാണോ മൊബൈലില്? അയച്ചതല്ല, എന്റെ ചാനലിൽ ഇട്ടതാ. നേരത്തെ വരുന്നതിന്റെ അന്ന്. അടുത്ത ആഴ്ചത്തുണ്ടോ? പിന്നെ അല്ല 2-3 ആഴ്ച കൊണ്ട് എന്റെ ഞാൻ ഇടപെണെങ്കിൽ. അല്ല നേരത്തെ ഇത് മുൻകൂട്ടി കണ്ടത് എങ്ങനെ ഇടും? ഒരു ശാസ്ത്രീയ വശമുണ്ട്. അടുത്ത ആഴ്ചത്തെ എടുത്തിട്ടില്ലേ? സത്യം പറ. ചാനലിൽ എടുത്തായിരുന്നു. അടുത്ത ആഴ്ചത്തെ ഉണ്ടോ? അവക്കൊന്നിനും ഒരു ബെല്ലും ബ്രേക്കും ഇല്ല. ഇതുകൊണ്ടൊന്നും നാരും ജയിക്കാനും തോക്കാനും പോകുന്നില്ല. വീട്ടുകാരെല്ലാം ചേർന്ന് ധൈര്യശാലികളായി തെരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങൾ 3 പേരെയാണ്. അഭിനന്ദനങ്ങൾ. പേടിയുണ്ടോ? പേടി എനിക്ക് ഇല്ല ബിഗ് ബോസ്. ഇല്ല പേടിയുണ്ടോ ബിഗ് ബോസ്? ഇല്ല ബിഗ് ബോസ്, പേടിയില്ല. പേടിയുണ്ട്. എന്തിനും
തയ്യാറാണോ? അനീഷ്, ബിഗ് ബോസ്. ഒന്നാമത്തെ കാർഡ് തുറന്നു വായിക്കൂ. അത്രേ ഉള്ളോ? BB ഡിമാൻഡ് 7ന്റെ പണി. ഇപ്പോൾ മുതൽ സീസൺ അവസാനിക്കുന്നത് വരെ സംസാരിക്കാൻ പാടില്ല. സത്യം പറഞ്ഞ ഇവര് ദുരന്തങ്ങൾ കേൾക്കുമ്പോ എനിക്ക് ചിരിയാ വരുന്നത്. ഇതാണ് ഒന്നാമത്തെ ചലഞ്ച്. ആര്യൻ, രണ്ടാമത്തേത് തുറന്നു വായിക്കൂ. അനീഷ്, വായിക്കാം. എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. നീ എന്നെക്കാൾ സ്മാർട്ടാണെന്നാണ് നിന്റെ വിചാരം. ഇതൊന്നും വായിക്കാൻ എന്തൊരു അനുസരണ. ഞാനങ്ങനെ ഒന്നുമില്ലട്ടോ ഉദ്ദേശിച്ചേ. അനീഷ്, ടാസ്ക് തുടങ്ങിയിട്ടില്ല, അത് വായിക്കൂ. എന്താ പുള്ളി കാണിക്കുന്നേ? ഇതുപോലത്തെ കോമഡി പീസ്. ഇപ്പോഴും ഒന്നും മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഞാനൊന്നുമില്ല. ബിഗ് ബോസ് പറഞ്ഞു വായിക്കാൻ. അത് നടക്കില്ല. എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാം? ശരിക്കും മണ്ടനാണ് സാർ. അന്വേഷണ വളരെ ഉള്ള കൂട്ടങ്ങളാ. രണ്ടാമത്തെ കാർഡ് അനീഷ് വായിക്കൂ. ബിഗ് ബോസ്. ദൈവമേ, ശത്രുക്കൾക്ക് പോലും ഗതി കൊടുക്കരുത്. ഗണപതി, ഞാനാണ് കുറ്റക്കാരൻ. ഞാനാണല്ലോ ഈ കലാരൂപത്തിൽ ഇങ്ങോട്ട് ചേർത്തത്. എന്റെ കൺമുമ്പിൽ നിന്ന് പോടാ. എന്താണ് അക്ബറിന്റെ പ്രോബ്ലം? ഇത്ര അഗ്രഷൻ, ഇത്ര ദേഷ്യം അക്ബറിന് എന്തിനാണ്? എല്ലാ കാര്യത്തിലും അക്ബർ ഭയങ്കര ദേഷ്യമാണ്. ഞാൻ പല പ്രാവശ്യം വാൺ ചെയ്തു. നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ, ബോഡി ലാംഗ്വേജ്, ഇത് സഹിക്കാൻ പറ്റില്ല. ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയാണ്. കിടന്നടിയുണ്ടാക്കുന്നത് അത്ര വലിയ കാര്യമൊന്നും. സോറി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇത് ആൾക്കാർ കാണുന്നല്ലേ. അക്ബർ വീട്ടിൽ ഇങ്ങനെയാണോ പെരുമാറുന്നത്? നിങ്ങൾ മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുന്ന വിധം, നിങ്ങൾ മറ്റുള്ളവരെ സംസാരിക്കുന്ന കാര്യം, ഇത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് 24/7. നിയമം വ്യക്തികളായി മാറുന്നത് ശരിയാണ്. മാത്രമല്ല, ഞാൻ കണ്ടത് അക്ബർ ആ പില്ലോ എടുത്ത് അയാളെ അറിയുക. എന്താ കാര്യം? അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു? അദ്ദേഹത്തെ ഉണ്ടായാൽ അത് മാത്രം പോലെ ഒരു പ്രശ്നത്തിന്. നമ്മുടെ പ്രോപ്പർട്ടി എടുത്ത് അങ്ങോട്ട് എറിയുക, കുപ്പി എടുത്ത് അടിക്കുന്നു പറയാ വേറൊരാള്. ഇതെന്താണിത്? വളരെ പാവപ്പെട്ട അക്ബറിനെ ഒന്ന് കാണിച്ചു കൊടുക്കും. കുറച്ചല്ല, കുറച്ചധികം. എനിക്കിവിടെ പേരത്തങ്ങോട്ട് പോയാലോ. എന്റെ കയ്യിലെങ്ങാനിപ്പൊ കിട്ടിയാണല്ലോ സാറേ. ഓൾറെഡി ടാസ്ക് ഇപ്പോൾ മുതൽ ഓരോ സെന്റൻസും ഇങ്ങനെ ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വലിയൊരു മിടുക്കനാണെന്ന്. കയ്യടിയും ആവശ്യമൊക്കെ കണ്ട് വലിയ ഹീറോ ആണെന്നാണോ വിചാരം? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വലിയ ആൾക്കാർ കണ്ടിട്ടോ അക്ബർ വലിയൊരാളാണ്, അക്ബർ വോട്ട് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? മതി മതി, ഇനി താൻ പറയണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഗോപാലകൃഷ്ണ. പിന്നെ എന്താണ് കാണിക്കുന്നത്? എത്ര പ്രാവശ്യം ഇത് പറയണം? നമ്മള് മാത്രം തെറ്റ് ചെയ്തു പറയുമ്പോൾ അത് കൺട്രോൾ ചെയ്യണം. മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോ ഇങ്ങനെ ഒരു അഭിപ്രായം കാണിക്കേണ്ടി വന്നു. ക്ഷമിക്കാം. വലിയ വർത്താനമൊന്നും വേണ്ട. അക്ബർ മാത്രം എന്താണ്? അക്ബർ മാത്രമല്ല, വേറെ ആൾക്കാരെ ഞാൻ പിടിക്കുന്നുണ്ട്. എന്ത് ഭാഷയാണ് നിങ്ങൾ പറയുന്നത്? ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. എന്താണ് ഒനിയിൽ? അഭിലാഷ് അതുപോലെ എന്താണ് അഭിലാഷ് നിങ്ങൾ സംസാരിക്കണം? എനിക്ക് മനസ്സിലാവില്ല. ഒനിയിലൊക്കെ എന്തൊക്കെയാണ് പറയണത്? എല്ലാത്തിന്റെ കൂടിയും പറയാണ്. നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയി കണ്ടു. ഇത് പറ്റുന്നെങ്കിൽ ചെയ്യൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിനെതിരെ ആക്ഷൻ എടുക്കേണ്ടി വരും. ഒരു ദാക്ഷിണ്യമില്ല. പറയുന്നത് എന്നാന്ന് വെച്ചാൽ കുറച്ച് ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ. കുറച്ച് ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ശ്രദ്ധിക്കണം. സംഭവം ഇത് കാണുമ്പോഴേ നമുക്ക്
ഈ സീസൺ ഇങ്ങനെ ഓർമ്മയിലാണ്, ഓരോന്നിങ്ങനെ റീവൈൻഡ് ചെയ്ത് വരും, ഓരോ സംഭവങ്ങളും. അതിനകത്ത് ഭയങ്കര രസകരമായിട്ടുള്ള സംഭവങ്ങളാണ് അവര് എടുത്തിട്ടുള്ളതും. അതെ അത് തന്നെ എന്തൊരു രസാണ് അല്ലേ ശരിക്കും. ഇത് മിസ് 1 മണിക്കൂറുണ്ട്, അതുകൊണ്ടാട്ടോ ഇതിങ്ങനെ ഫുള്ളിരുന്ന് കാണണം ശരിക്കും. എന്തായാലും അപ്പൊ നമുക്ക് വീഡിയോന്റെ എണ്ണം കുറയും. അതാണ്. അത് പിന്നെ മാത്രല്ല 1 മണിക്കൂറൊന്നും ഇങ്ങനെ ഇരുന്നിട്ട് നടക്കൂല. നന്നായിരിക്കും. എന്തായാലും അടുത്ത ബാക്കി ആയിട്ട് നാളെ വരാം. യെസ്. അപ്പൊ എന്തായാലും പോട്ടെ, എല്ലാവരും ഹാപ്പി ആയല്ലോ. പോട്ടെ, ബൈ. ഞങ്ങൾ എന്തായാലും ഹാപ്പിയാണ്. എന്തായാലും അപ്പോൾ ഇനി അങ്ങോട്ട് വീണ്ടും വരാം. യെസ്.